ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെ. ഇന്നത്തെ അപ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ. രാവിലത്തെ കോലടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുടിക്കുന്ന ഡ്രിങ്കാണ്. പിന്നെ മല്ലിയും പിന്നെ ജീരകവും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് കേട്ടോ, രാവിലത്തെ വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഉപ്മാവിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നിങ്ങളെപ്പോലത്തെ വലിയ അടിപൊളി വീടൊന്നുമല്ല, ഒരു കുഞ്ഞു ക്വാർട്ടേഴ്സാണ്. ഇത്രയ്ക്കൊക്കെ വൃത്തിയുള്ളൂ. അത് ഞാൻ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ എന്നുള്ള ഒരു മടി അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എൻ്റെ സ്വന്തം അടുക്കള, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അടുക്കള തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കാം. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ. ഒരു ഗ്ലാസ് റവയ്ക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കുക. അതാണ് നമുക്ക് ഏറ്റവും അറിയേണ്ട കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഉപ്മാവ് ശരിയാവുകയില്ല. ചിലത് നല്ല ലൂസി ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉപ്മാവിലേക്ക് എല്ലാവർക്കും എന്തൊക്കെയാണ് ചേർക്കാമെന്നൊക്കെ അറിയാലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. കടുക് വറ, അങ്ങനെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉള്ളി, അതൊക്കെ ക്യാരറ്റ്, അതൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് ഒരു ഉപ്മാവ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടുക് വറക്കാം. കടുക് പൊട്ടട്ടെ. അങ്ങനെ കടുക് പൊട്ടി നമുക്ക് ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളും എല്ലാം കൂടിയിട്ടിട്ട് വാട്ടുക. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് പച്ചമുളക് ചേർത്തിട്ടിട്ടില്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. പച്ചമുളക് അല്ല ഇട്ടിട്ടുള്ളത്, ഉണക്കമുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാണ്. എളുപ്പ പണിയാണ് ചെയ്തത് കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എൻ്റെ ഞാനിങ്ങനെ കോലമിടലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വരും. കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഈ ഡ്രിങ്കൊക്കെ കുടിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു വാരലും അതൊക്കെ കഴിഞ്ഞ് കോലമിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഒരു ഗ്ലാസ് ഈ ഡ്രിങ്ക് കുടിക്കും. ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ നല്ല ലൈറ്റ് ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് അതിൽ ഒരു സ്പൂൺ നമ്മുടെ തേന് ചേർത്തു അങ്ങനെ കുടിക്കും. അല്ലെങ്കിൽ വെറുതെ തേന് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജീരകവും പിന്നെ മല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ട്, അതിൽ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇടാം കേട്ടോ. അങ്ങനെയാണ് കുടിക്കൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ് ഉപ്പുമാവും പഴവും. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചടപടേ എന്നാണ് നമ്മുടെ പരിപാടിയൊക്കെ. ഉപ്പുമാവും പഴമൊക്കെ തീറ്റ കഴിഞ്ഞ് അതെല്ലാം റെഡിയായതിന് ശേഷം നമ്മളത് ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ പരിപാടിയാണ്. ഇന്ന് നല്ല അടിപൊളി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളികേരം അരച്ച കറിയോ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇന്ന് നമുക്ക് ഒരു രസം വയ്ക്കാമെന്ന് വിചാരിച്ചു. രസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഴുത്ത തക്കാളി, നല്ല ഗുഡുന്നുള്ള പഴുത്ത 2 തക്കാളി എടുത്തു. തക്കാളി നല്ല കഷ്ണമായിട്ട് മുറിച്ചിട്ടു. അതിൽ കുറച്ച് ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് സാമ്പാർ പൊടിയും ഇട്ടു. എന്നിട്ട് അതിനൊന്ന് അരച്ചതിന് ശേഷം നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിനുള്ള വെള്ളവും, പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. പുളിവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി അതൊന്ന് തള വരുമ്പോൾ നമുക്ക് അതിൽ കടുകും കറിവേപ്പിലും മുളകൊക്കെ ഇട്ട് വറുത്ത് എടുത്ത് നമ്മുടെ രസമായി. പിന്നെ അതാ മാന്തളാന്ന് കിട്ടിയത്, അതായത് പച്ച നങ്കിമീനില്ലേ അത്. മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റും ഒക്കെ ഇട്ട് കലക്കിയൊക്കെ റെഡിയാക്കി വെച്ച് നല്ല കുഴച്ച് പരുവത്തിലൊക്കെ ആക്കി വെച്ച് അതിനെ ഒരു മീനൊക്കെ വറുത്തൊക്കെ വെച്ചു. പിന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി ഇവിടെ ഇത്തിരി ഒരു ഇഷ്ടം എനിക്കും മോൾക്കും. എന്ത് കറി ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ചീര റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ചീരയും തോരനാക്കി വെച്ചു. നമ്മുടെ രസം കൂട്ടി നല്ല അടിപൊളി. ഞാൻ കുറച്ച് ചോറും കുറേ തോരനും എടുക്കുവേ. അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. കുറേ തോരനും എടുത്തു, പിന്നെ നമ്മുടെ ചമ്മന്തി എടുത്തു, മാന്തൾ വറുത്തത് എടുത്തു. പിന്നെ ഇന്ന് ഇങ്ങനെയാണ് ഒപ്പിച്ചത്. അച്ചാറുണ്ടായിരുന്നു, ഞാൻ അച്ചാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നും അച്ചാർ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി കുറച്ച് നാളികേരം കൂട്ടി ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചീര തോരനിൽ പിന്നെ നമുക്കറിയാമല്ലോ, അതിൽ ലേശം അതിലും നാളികേരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് ഇങ്ങനെയാണ്. പിന്നെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഊണ്?
എൻ്റെ കൂടെ ഉണ്ണാൻ വരുന്നുവോ? അപ്പം ഞാൻ നേരത്തെ കാലത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് ഉച്ചയ്ക്ക്. രാവിലത്തെ ഭക്ഷണം ഞാനൊരു 7:30 കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒക്കെ രീതികൾ ഇങ്ങനെയാണ് പോണത്. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ 7:30 ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാനൊരു 12-12:30 ഉള്ളിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ വീഡിയോ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കമൻ്റ് ഇടാൻ മറക്കരുതേ, ഒരു കമൻറ്റും തരണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് തരണം. ഇഷ്ടം അപ്പോൾ താങ്ക് യു.